കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി കോഴിക്കോടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ കൈമ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കൈമ ബിരിയാണി അരിയാണ് ഏറ്റവും നല്ലത്. ആദ്യം നമുക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, ഒരു 10-20 വെളുത്തുള്ളി, വലിയ ഇല്ലിയാണെങ്കിൽ ഒരു 10-12 മതിയാവും. പിന്നെ 5 പച്ചമുളക്. ഇതൊക്കെ പാടെ നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഇത് വല്ലാതെ ചതച്ച് പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ മക്കളെ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കിനി എടുക്കാം. നമുക്കിനി ഇറച്ചിയും ചോറും ദമ്മിട്ട് വെക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കാം. ഞാനിതാ ഈ ചെമ്പാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ചെമ്പ്. ഇനി നമുക്കിതിലേക്ക് ഇറച്ചി ഒക്കെപ്പാടെ മസാല കൂട്ടി വെക്കാം. ആദ്യം ഞാൻ 3 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതിട്ട് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട്, അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുകയാണ്, നമുക്ക് ചോറ് വെക്കുമ്പോൾ അതിലിടാനുള്ളതാണ്. ഇതിൽ ഇട്ട് കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. 1/2 കപ്പ് പുതിന, അതിൽ നമുക്ക് ലേശം മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് മല്ലിച്ചപ്പ്, അതിൽ ലേശം മാറ്റിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക. ഒരു 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, കണ്ടില്ലേ, ഇതേപോലെ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ കിര മസാല ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, അളവ് തെറ്റണ്ട. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി, എന്ന് വെച്ചാൽ പെരിഞ്ജീരകപ്പൊടി. ഇനി ഇതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ 2.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. അതിൽ കുരുവൊന്നും പാടില്ല കേട്ടോ മക്കളെ, കുരുവിട്ടാൽ കൈക്കുള്ള. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ട് നിരടി മിക്സാക്കി എടുക്കാം. നല്ല പ്രസ് ചെയ്ത് എടുക്കുക കേട്ടോ. ഈ തക്കാളിയുടെ ഉള്ളിയുടെ നീരൊക്കെ പുറത്ത് ചാടേണ്ട രീതിയിൽ വേണം ഇങ്ങനെ മിക്സാക്കാൻ. ഇപ്പം ഇതാ എല്ലാം പാടെ നിരടി മിക്സാക്കിയപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചി പീസുകൾ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് എല്ലാം പാടെ മിക്സാക്കി എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ 12 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇറച്ചി മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി നമുക്ക് മിക്സാക്കാം. ഇതാ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി വെക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ വേണം മിക്സാക്കാൻ. ഇനി നമുക്കിതിങ്ങനെ ഒന്നുപോലെ ആക്കിയിട്ട് എടുത്ത് മൂടി വെക്കാം. മൂടി വെക്കാം. ഈ ഇറച്ചി ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ വെക്കണം. അതില്ല 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി നമ്മുടെ കൈമ റൈസിനെ അളന്നെടുക്കാം. ഞാൻ 250 ml കപ്പ് കൊണ്ടാണ് അളക്കുന്നത്. 1 കിലോ അരിയാണ്, അളക്കുകയാണ് 1. ഇത് 4.5 കപ്പ് അരിയുണ്ട് കേട്ടോ മക്കളെ. ഈ അരിനെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കട്ടെ.
അടുത്തത് 2 വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് നമുക്കിനി പൊരിച്ചെടുക്കണം, അതിനാണ്. ഇനി നമുക്ക് വേണ്ടത് 1 കിലോ അരി വേവിക്കാൻ പറ്റിയ ഒരു പാത്രമാണ് വേണ്ടത്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഈ ചട്ടിയിൽ നമുക്കിനി 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ 1/2 കപ്പ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യമായിട്ട് പൊരിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് ചെറിയ കളർ മാറി വരട്ടെ. നമുക്ക് ഈ മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. രണ്ടും പാടെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരട്ടെ. മുന്തിരിയൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെച്ചിട്ട് കോരിയെടുക്കാം. അടുപ്പായ കാരണമാണ് ഞാൻ ഈ ഇറക്കി വെച്ചത് കേട്ടോ മക്കളെ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളേ. ഈ എണ്ണയിൽ തന്നെ ഇതാ ഈ ഉള്ളി ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇറക്കി വെച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് ഞാൻ ഈ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ചൂടുള്ള എണ്ണയിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മേലെ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വെച്ചത്. ഈ എണ്ണ കുറച്ച് ചൂടാറിയിട്ട് ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1 കിലോ അരിയുടെ ചോറാണ് വെക്കുന്നത്. അതിന് കപ്പ് കൊണ്ട് അളന്ന് 4.5 കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത്. 4.5 കപ്പിന് കുറച്ച് കുറവുണ്ടായിരുന്നു. അതിന് നമ്മൾ എടുക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഞാനിതിൽ വെള്ളം ഒഴിച്ചത് 6.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇറച്ചിയിൽ ഉപ്പിട്ടത് കൊണ്ട് ചോറിന് മാത്രമേ ഇട്ടാൽ മതി. ഉപ്പ് വാരി ഇടണ്ട, നോക്കി നോക്കി ഇട്ടാൽ മതി കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ടല്ലേ. നമുക്ക് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇനി അരി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ തീ വെക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അരി ഒരു പകുതി വേവായാൽ മതിയേ. ബാക്കി വേവ് നമ്മൾ ദമ്മിടുമ്പോൾ അതിൽ കിടന്ന് വെന്തോളും. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ഉള്ളിയിലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കരിവേപ്പില. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എല്ലാം പാടെ. ഇനി ഇത് എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പം നമ്മൾ അരി ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ചോറിപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടി സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ചോറ് ആദ്യം മസാല പുരട്ടി വെച്ച ഇറച്ചിയുടെ മേലെ നമുക്ക് പരത്തി ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ചോറെടുക്കുമ്പോൾ ഇങ്ങനെ മേലുണ്ട് തന്നെ എടുക്കണം കേട്ടോ. കുത്തി കലക്കി എടുക്കാൻ പാടില്ല.
നമ്മൾ അത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ ഇതിൻ്റെ മേലത്തെ ചോറ് അടിയിൽ വരണം, അടിയിലത്തെ ചോറ് മേലെയും വരണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മൾ മിസ്സാക്കി വെച്ച ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പ് പൊരിച്ചതൊക്കെ പാടെ ഇതിൽ മേലേക്കൊന്ന് വെതറിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ലെയർ ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് പരത്തിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത ലെയറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് ചോറിട്ട് കൊടുക്കുക. മേലത്തെ ലെയറിൽ ഉള്ളി ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതേപോലെ ആക്കിയെടുക്കുക. ആയിക്കോട്ടെ. ഇനി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ എന്താ വെച്ചാൽ കുഴച്ചതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ മൂടുമ്പോൾ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കണവർ ഈ അലുമിനിയം പേപ്പറില്ലേ, അതുകൊണ്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് കത്തിച്ചു കൊടുക്കുക. മക്കളെ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ തള്ള എന്തായി വേവാത്ത ഇറച്ചിയിൽ ചോറിട്ട് വേവിക്കണമെന്ന്. നമ്മൾ ഈ ഇറച്ചി ദമ്മിൽ കിടന്ന് വേകണം. അതാണ് കോഴിക്കോടൻ ബിരിയാണി പറയുന്നത്. ഇങ്ങനെയാണ് കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കുക. ഇപ്പം നമ്മളെ ബിരിയാണി വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കനലൊക്കെ എടുത്ത് മേലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബ്രോയിലർ ചിക്കനാണ്. അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരു 45 മിനിറ്റ് വേകട്ട്. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഈ ബിരിയാണി ഗ്യാസ് മേലാണ് വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നല്ല കത്തിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ വെക്കുക, ഏറ്റവും ചെറിയ തീയിൽ. അത് കഴിഞ്ഞിട്ട് തീ കെടുത്തിയിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ്, എന്ന് വെച്ചാൽ 45 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായിരിക്കും. മക്കളെ, നമ്മുടെ ബിരിയാണി വെച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഈ കല്ല് തൂക്കിയെടുക്കാം. കല്ല് നല്ല പൊള്ളിയിട്ടുണ്ട് കേട്ടോ ചൂട് കൊണ്ട്. എന്നിട്ട് നമുക്ക് ഈ നമ്മളിട്ട തീയില്ലേ അതൊക്കെ ഒന്ന് കോരിക്കളയാം. കളയല്ല, അടുപ്പത്ത് തന്നെ നമുക്ക് കോരിയിടാം. നല്ല മണം ഉണ്ട് കേട്ടോ ഈ വരുന്ന ആവി. അയ്യോ, അപ്പൊ ഇനി നമുക്ക് ചോറൊക്കെ ഒന്ന് മാറ്റി പാത്രത്തിലാക്കി എടുക്കാം. ഇതാ ഈ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ ആ ഉള്ളി നമ്മൾ പൊരിച്ചിട്ടതിൻ്റെ കളറ്. ചോറൊക്കെ എടുത്ത് മാറ്റിയേട്ടാ. പിന്നെ നമ്മൾ ചോറൊക്കെ മാറ്റിയിട്ടേ മസാലയും ചോറും പാടെ മിസ്സാക്കണം. അപ്പോഴാണ് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് വരിക. ഇറച്ചൊക്കെ വെന്ത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇറച്ചി ചോറിൻ്റെ മേലിലേക്ക് കോരിയിടാം. കോഴിയുടെ കാലൊക്കെ കണ്ടില്ലേ, വെന്തിട്ട് കണ്ടില്ലേ, വെന്ത് ഉടഞ്ഞിക്കണ് കാല്. നമ്മളിനി ഇതേപോലെ എല്ലായിടത്തും മിസ്സാക്കുക. അപ്പോഴാണ് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് വരുള്ളൂ. കണ്ടില്ലേ, ഈ ഇറച്ചൊക്കെ വെന്ത് പൊടിഞ്ഞിക്കണ്. മക്കളെ, അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.